ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ പിടുത്ത വീഡിയോ ആണ് കേട്ടോ. മീൻ പിടിക്കുന്ന വീഡിയോ ഇല്ലെങ്കിലും മീൻ കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അറ്റാഡ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇത് റെഡ് ബില്ലി എന്നാണ് കേട്ടോ. ഈ റെഡ് ബില്ലി എന്ന് പറയുന്നൊരു മീനാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള കണ്ടത്തിൽ ഈ മീൻ കൃഷി നടത്തുന്നതിൻ്റെ ഒരു വിളവെടുപ്പായിരുന്നു. അപ്പം അത് ഈ വണ്ടിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ കൊണ്ടുവരുന്ന മീനൊക്കെ നല്ല ബോക്സിലൊക്കെ ഐസൊക്കെ ഇട്ട് അവർ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുമ്പിച്ചനെ കണ്ടപ്പോഴേക്കും അതിലൊരു ചേട്ടൻ ഒരു ഐസ് കെട്ട് എടുത്ത് എന്നാൽ മോനെ ഐസൊന്നും പറഞ്ഞുകൊണ്ട് കൊടുത്ത്. കൊച്ചാണെങ്കിൽ ഓടിച്ചെന്ന് വാങ്ങിച്ചു കേട്ടോ, കഴിക്കുന്ന ഐസാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ അത് കഴിക്കുന്ന ഐസ് അല്ലാതെ മീനകത്തിരുന്ന ഐസാണെങ്കിൽ തിന്നരുതേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി തിന്ന് ചമ്മി കേട്ടോ. ആ ചമ്മലിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ചാക്കൊക്കെ ആയിട്ട് വരുന്നതാണ് എൻ്റെ അച്ഛൻ. ആ തലക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കൂടുള്ള അച്ഛനാണ് അവിടുത്തെ. ഇവർ രണ്ടുപേരും കൂടാണ് അവിടെ സഹായിയായിട്ട് നിൽക്കുന്നത്. അതായത് മീൻ തീറ്റ കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ ട്രിപ്പായിട്ട് ഈ വള്ളത്തിൽ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇവരതെല്ലാം ബോക്സിലാക്കി ആ വണ്ടിയിലേക്ക് മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ഇപ്പോൾ അച്ചാച്ചൻ അതിനകത്തുനിന്നൊരു മീൻ ഞങ്ങൾക്ക് കറി വയ്ക്കാനും തന്നു വിട്ട്. അപ്പം ഞാൻ ആ കിട്ടിയ മീനുമായിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. കണ്ടല്ലേ ഓടിച്ചടി വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് തന്നു വിട്ട മീൻ. ഇത് മറ്റേ കട്ട്ളയെന്ന് പറഞ്ഞൊരു മീനാണ്. തുമ്പച്ചനെ മീൻ പിടിച്ച് കാണിച്ചപ്പോഴേക്കും അവളുടെ അത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അമ്പിനും വില്ലിനും അടക്കാതെ ഓടി നടക്കുകയാണ് കേട്ടോ പേടിച്ചിട്ട്. അപ്പം ഞാൻ തീണ്ടേ ഞങ്ങളുടെ അമ്മയുടെ അമ്മയുണ്ട്. അമ്മ അത് വെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ അതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ ഓടി ചെന്നിരുന്നു. പക്ഷേ എൻ്റെ അമ്മോ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇത്ര വലിയ മീനായ കാരണം കത്രികയൊക്കെ കണ്ടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ആഞ്ഞും മുക്കി ഒക്കെ കണ്ടില്ലേ ഒരു വിധത്തിൽ കണ്ടിച്ചൊക്കെ മുള്ളൊക്കെ അങ്ങോട്ട് കൊടുത്തു കണ്ടോ. അപ്പം തന്നെ ഞാൻ പകുതി ചത്തു. എൻ്റെ അമ്മോ ഒരാവേശത്തിൻ്റെ പുറത്തിരിക്കുകയും ചെയ്ത് വേണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥയായിപ്പോയി കേട്ടോ. അതങ്ങനെ കട്ട് ചെയ്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ പകുതി അങ്ങ് ഇതായിപ്പോയി. എൻ്റെ അമ്മേ അങ്ങനെ അമ്മച്ചി ബാക്കി അതെല്ലാം ചെത്തി നല്ല സുന്ദര കുട്ടപ്പനാക്കുവാണ് കേട്ടോ. അവനെ ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കറുത്ത മീൻ ഞങ്ങൾ വെളുപ്പിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഐസ് ഇട്ടഞ്ഞിട്ടും ഫ്രഷ് മീനായിട്ടായിരിക്കാം കേട്ടോ. ഐസിൻ്റെ ആവശ്യം ചാരത്തിൻ്റെ ആവശ്യം ഒന്നുമില്ലാതെ തന്നെ അവനെ നല്ല സൂപ്പറായിട്ട് നമുക്കത് ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിന് ഒത്തിരി കഷ്ടപ്പാടില്ല. തേച്ച് കല്ലിലിട്ട് നോട്ടിട്ട് തേക്കൊന്നും വേണ്ട. ജസ്റ്റ് പുളിവെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ ഇട്ടൊന്ന് കഴുകിയെടുത്തേച്ചാൽ മതി. അപ്പോൾ അമ്മച്ചി തന്നെ നല്ല സൂപ്പറായിട്ട് അതെല്ലാം നന്നായിട്ട് ചെത്തി മിനുക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ എല്ലാം ചെത്തി ഞാനാണെങ്കിൽ സൈഡിൽ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുമ്പിച്ചനും അതൊക്കെ കണ്ട് അവളാണെ അടുക്കുന്നേ ഇല്ല. അവൾക്ക് പേടിച്ചിട്ട് അവൾ മാറി നിൽക്കുവാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ട് പോലും അവൾ അടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതായത് കണ്ടില്ലേ നമ്മുടെ ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി അതെല്ലാം നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ചെത്തിയെടുക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ നമ്മളിത് ലാസ്റ്റ് ചെത്തിയെല്ലാം തീർന്നു. ഇനി തലയിലേക്ക് കിടക്കുകയാണ്. അമ്മച്ചിയാണെങ്കിൽ പിച്ചാത്തി കൊണ്ട് തല കണ്ടിക്കാൻ നോക്കിയിട്ട് എങ്ങും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഡോണ്ട് വെറി ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കത്രയ്ക്കാണ് ഒരു വിധത്തിൽ അതൊന്ന് കണ്ടിച്ചു കൊടുത്തത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വടംവലിയായിരുന്നു. കണ്ടല്ലേ? അതിനെ ഒന്ന് കഷ്ണിക്കാനായിരുന്നു കേട്ടോ. പിച്ചാത്തിക്കൊക്കെ വളരെ നല്ല മൂർച്ചയുള്ളത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് മുറിച്ചെടുക്കാൻ പറ്റി. കണ്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരും ആഞ്ഞും വലിഞ്ഞുമൊക്കെയാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ നീണ്ട നേരത്തെ ഞങ്ങളുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ അത് ഞങ്ങൾ കുറച്ച് കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ തടിയുടെ മുകളിലൊക്കെ വെച്ച് ആഞ്ഞ് കിടന്ന് അറക്കവാളിന് അറക്കുന്നത് പോലെയാണ് കേട്ടോ കഷ്ണിക്കുന്നത്. അമ്മയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് മുന്നേ അങ്ങനെ മുറിക്കും ഇങ്ങനെ മുറിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കും. അവളേക്ക് അമ്മയൊന്നും മിണ്ടുകയില്ല. കാരണം ഞാനിവിടെ കിടന്ന് എൻ്റെ സർവ്വശക്തിയും എടുത്താണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഈശ്വര ഇതിൻ്റെ പകുതിയെങ്കിലും കഴിച്ച് തീർത്താലേ ഇനി പോയ ഊർജ്ജം മുഴുവൻ എനിക്ക് തിരിച്ച് കിട്ടുമല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്കിനാണ് ഒരു സമാധാനം. അങ്ങനെ അതെല്ലാം കഷ്ണിച്ച് കഴുകി ഞാനൊരു പരിവായിട്ട് എൻ്റെ അമ്മേ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടില്ലേ എല്ലാം നല്ല സൂപ്പർ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.